വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയാലോ. അതിനായി 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇവയെല്ലാം ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇവയെ വേവിക്കാനായി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് മറ്റൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 മീഡിയം സബോള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സബോളയൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകും ചേർത്ത് കൊടുത്ത് അവ വഴണ്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, വേപ്പില എന്നിവയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇവയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി മൂത്ത് വരുമ്പോൾ നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവയെ ഒന്ന് വരട്ടിയെടുക്കാം, ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് പകർത്താവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡ്, നാൻ, ചോറ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. താങ്ക് യു.